അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ്. ഇത് അത്യാവശ്യം സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബട്ടറാണ്. ബട്ടർ നമ്മൾ പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ആ ബട്ടർ നന്നായിട്ട് ഉരുക്കി വരുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഇട്ടിട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഈ കളർ വേണം കേട്ടോ വരാനായിട്ട്. അപ്പോൾ ഈ കളർ വരുമ്പോഴേക്കും നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ പാനിലേക്ക് സവാളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഉണക്കമുളകും കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റുക. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ മതി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വീണ്ടും ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളികളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഏകദേശം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ഇത് കിട്ടേണ്ടത്. ഇതിന് ശേഷം നമ്മൾ പാനിലേക്ക് ഈ അരപ്പും അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് വേണ്ട വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരപ്പിൽ വേണ്ടത്ര ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് വേണ്ടത്ര ഗരം മസാലയുടെ പൗഡർ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു കുഞ്ഞു കഷ്ണം ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ ഫൈനൽ ഐറ്റമാണ്, അതായത് നമ്മുടെ കസൂരി മേത്തിയും കൂടി കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ മട്ടർ മസാല റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.